എനിക്ക് എപ്പോഴും അത്ഭുതം തോന്നുന്നത് ബോംബെ രവി സാറിൻ്റെതാണ് ഐലിയും ഈണങ്ങൾ എന്ന് പറയുന്നത്. പ്യോർലി കർണാട്ടിക് ആണ് അതിൻ്റെ മ്യൂസിക്കൽ എക്സ്പ്രഷൻസ് ആ സിനിമയുടേത് മുഴുവൻ. അത് ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതിൽ കൃഷ്ണകൃപാസാഗരം എന്ന് പറഞ്ഞ പാട്ടാണെങ്കിൽ എല്ലാ പാട്ടുകളും അങ്ങനെ തന്നെയാണ്. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്പേസിലാണ് ആ സിനിമ കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ കോമൺ ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് ക്ലാസിക്കൽ മ്യൂസിക്കിനോടും അല്ലെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിഷ്യൻ്റെ ലൈഫിനോടും ഒക്കെ ഭയങ്കര അടുപ്പവും റിലേറ്റ് ചെയ്യാവുന്നതുമായിട്ടുള്ള കുറേ സമയം ആ സിനിമ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ പാട്ട് പഠിക്കുന്ന ഒരു കുട്ടി എന്നൊക്കെ ഉള്ള രീതിയിൽ ആ സിനിമ അപ്പം കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര അതിലുള്ള നെടുമുടി വേണു സാർ ചെയ്യുന്ന കഥാപാത്രം അവരെ പഠിപ്പിക്കുന്നതൊക്കെ കാണുമ്പോൾ എങ്ങനെയൊക്കെയാണ് പാട്ട് പഠിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ട സമയം ഇങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നുള്ള നമുക്ക് സിനിമയോട് തോന്നുന്നൊരു അടുപ്പുണ്ടല്ലോ. സിനിമ എത്രമാത്രം നമ്മളുടെയൊക്കെ സാധാരണ ആളുകളുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നുള്ള രീതിയിൽ ഇപ്പോൾ ഓരോ രീതിയിൽ ഇപ്പോൾ പാട്ട് പഠിക്കുന്ന കുട്ടി എന്നുള്ള രീതിയിൽ അതിൽ വിഷ്വൽസൊക്കെ ഒരുപാട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അധരം ശോണം മനസിജവാണം, അധരം ശോണം മനസിജവാണം, സുഗന്ധനിദാനം സുരുചിരവദനം, സുരുചിരവദനം, കൃഷ്ണകൃപാസാഗരം, കൃഷ്ണകൃപാസാഗരം, ഗുരുവായൂരം ജനിമോക്ഷകരം, ഗുരുവായൂരം ജനിമോക്ഷകരം, കൃഷ്ണകൃപാസാഗരം, കൃഷ്ണകൃപാസാഗരം. സർഗം എന്ന സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രംഗമാണ് ഈ പാട്ട്. രാഗസുധാരസ ത്യാഗരാജ കീർത്തനാണ്. വളരെ അപൂർവമായിട്ട് ഒരു സിനിമയിലെ ക്ലൈമാക്സ് രംഗങ്ങൾ ഒരു ഗാനത്തിലൂടെ അവതരിപ്പിക്കപ്പെടാറുള്ളൂ. അത് പ്രത്യേകിച്ച് ഒരു കീർത്തനം ഇത്രയും വലിയൊരു സിനിമയുടെ ക്ലൈമാക്സിന് വേണ്ടി തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും അത് മേസ്ട്രോസിന് മാത്രമേ സാധിക്കുള്ളൂ. ഹരിഹരൻ സാറിനെ പോലുള്ളവരെ അങ്ങനെ ഒരു വെല്ലുവിളിയൊക്കെ എടുക്കുകയുള്ളൂ. ശിവമയ മഗു